കയ്യിലെ റാൻഡം കളേഴ്സിൽ വരുന്ന കുറച്ച് പൈപ്പ് ക്ലീനേഴ്സ് ഉണ്ട്. അപ്പോൾ വെൽക്കം ടു എപ്പിസോഡ് 3 ഓഫ് ആർട്ട് ചലഞ്ച്. ഇന്ന് നമ്മൾ 3-4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സും കുറച്ച് ലീവ്സും ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ ഇതിന്റെ ഒന്നും സ്റ്റെപ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. കോംപ്ലിക്കേറ്റഡ് എന്ന് വെച്ചാൽ പറയുമ്പോഴാണ് കേട്ടോ, ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. പിന്നെ ഒറ്റത്തവണ കണ്ടാൽ എന്തായാലും മനസ്സിലാവാൻ സാധ്യതയില്ല, കാരണം 3-4 ഫ്ലവേഴ്സ് ഒന്നിച്ച് കാണിക്കുകയാണല്ലോ. അപ്പോൾ വീഡിയോസ് 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഇഫ് ഐ ക്യാൻ, നിങ്ങൾക്ക് എന്തായാലും പറ്റും. സോ പൈപ്പ് ക്ലീനേഴ്സ് ഇല്ലവർ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. കാരണം എല്ലാ വീട്ടിലും കാണാൻ മൂലക്കിട്ടിരിക്കുന്ന ഒരു വാസ് എന്റെ കയ്യിലും ഉണ്ട്. പക്ഷെ കുറച്ച് ചെറുതായി പോയെന്നേ ഉള്ളൂ. ആദ്യം ഞാൻ വിചാരിച്ചു അതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിയിട്ട് വെക്കാന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ, നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്താന്ന് വെച്ചാല്, ഇറ്റ്സ് റിയലി ഫൺ ടു ഡു ക്രാഫ്റ്റ്സ് വിത്ത് പൈപ്പ് ക്ലീനേഴ്സ്. ഇതിന്റെ ഔട്ട്കം കാണാൻ നല്ല രസമാണ്. ഇത് നമ്മുടെ പ്രൊജക്ടിന്റെ ഒരു ക്രോഷ്യ ലുക്ക് ഒക്കെ തരും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, ഇതിന്റെ ഔട്ട്കം. ഇതൊരു ഡെക്കോർ പീസ് മാത്രമല്ല, ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ബൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ലവ്ഡ് വൺസിന്, ഫ്രണ്ട്സിന്, പാരന്റ്സിന്, ആർക്ക് വേണമെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ചെയ്യാം. ദിൽ ബി സോ ഹാപ്പി ടു റിസീവ് ഇറ്റ്. കാരണം കുറെ ഡിഫറെന്റ് കളേഴ്സിൽ വരുന്ന ഫ്ലവേഴ്സ് ആണല്ലോ. ഇത് വെച്ചിട്ട് ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കട്ടോ. പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിലും എന്നാൽ ഒരുപാട് പൈപ്പ് ക്ലീനേഴ്സിന്റെ ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ എന്റെ കയ്യിൽ റാൻഡം ആയിട്ട് കുറച്ച് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഞാൻ എന്തുണ്ടാക്കാനാണെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ഐഡിയ എനിക്ക് കത്തുന്നത്. എന്റെ അത് നന്നായി ഇപ്പൊ തോന്നുന്നു, കാരണം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് കാണുന്നെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്, കാരണം ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു വലിയ സോറിയാണ്, കാരണം ഇത് ഇന്നലെ ഇടേണ്ട വീഡിയോ ആയിരുന്നു. എന്റെ ലൈറ്റിംഗ് എന്നെ ചെറുതായിട്ടൊന്ന് ചതിച്ചു, അതുകൊണ്ടാണ് ഈ വീഡിയോ ലേറ്റ് ആയി പോയത്. ഐ എം റിയലി സോറി. സ്ട്രേറ്റ് 7 ഡേയ്സിലേക്ക് വീഡിയോ ഇടാന്നാണ് വിചാരിച്ചിട്ടുള്ളത്, പക്ഷെ നടന്നില്ല. ഇത്തവണ പക്ക എന്തായാലും ഞാൻ വീഡിയോസ് 7 ഡേയ്സ് സ്ട്രേറ്റ് ഇടുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ കണ്ടില്ലേ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. എല്ലാ വള്ളികളും നമ്മൾ തേടി പോകുന്നതല്ല, ചിലതൊക്കെ ഇങ്ങോട്ട് ബസ് കയറി വരും. അല്ലെങ്കിൽ തന്നെ പറ, ഇപ്പൊ ഈ ലൈറ്റിന് പോകേണ്ട കാര്യം എന്തായിരുന്നു? അങ്ങനെ ഇപ്പൊ നീ 7 ദിവസം സ്ട്രേറ്റ് വീഡിയോസ് ഇടണ്ട എന്ന് പറഞ്ഞിട്ട് പോയ പോലെ ഇല്ലേ? പറ. അങ്ങനെ തന്നെയാണ് നമ്മുടെ ലൈഫും. എപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കണം എന്നില്ല. ചിലതൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരും. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് മൂവ് ഓൺ ചെയ്യാം. അല്ല, ഇതിപ്പോ എന്തിനാ ഇവിടെ പറഞ്ഞെന്ന് വെച്ചാല് വീഡിയോ തീരുന്നില്ല, എന്തെങ്കിലുമൊക്കെ പറയണല്ലോ. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ സെറ്റായി. ഇനി ഞാൻ കുറച്ച് ലീവ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഒറ്റ ടൈപ്പ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം ഇതും കൂടെ വെക്കാനുള്ള സ്പേസേ ആ വാസനുള്ളൂ. സെയിം കൈൻഡ് ഓഫ് ലീവ്സ് ഡിഫറെന്റ് സൈസസിൽ ഉണ്ടാക്കിയിട്ട് അത് ഒരു പൈപ്പ് ക്ലീനറിന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും ഇങ്ങനെയല്ല. ഇതിൽ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന മറ്റേ കമ്പും ആ ഒരു ഗ്രീൻ ടേപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്റെ കയ്യിൽ അതില്ല. 2-3 ഫ്ലവേഴ്സ് അധികം വന്നതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയത്. നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 4. ബൈ.